പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ PB ജിജീഷ്, ജസ്റ്റ് റൈറ്റ്സിലേക്ക്. לפני שעה קלה יצאו ישראל וארצות הברית למערכה משותפת, מבצע שאגת הארי. מטרת המבצע לשים קץ is undertaking a massive and ongoing operation to prevent this very wicked, radical dictatorship. ഇറാൻ്റെ ആകാശത്ത് വിസ്ഫോടനങ്ങളുടെ പരമ്പരയാണ്. ബോംബുകൾ, മിസൈലുകൾ, പോർവിമാനങ്ങൾ. ഔപചാരികമായ യുദ്ധം ഇസ്രായേലും അമേരിക്കയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമേരിക്കൻ നാവികസേനാ വ്യൂഹങ്ങൾ തയ്യാറെടുത്തു നിന്ന് തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. ആളുകൾ ഭയപ്പെട്ടിരുന്ന യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. ഇനി നിഴൽ യുദ്ധങ്ങളില്ല, പ്രോക്സികൾ വെച്ചുള്ള കളികളുമില്ല, നേരിട്ടുള്ള ആക്രമണമാണ്. ഇതിനോടകം തന്നെ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഒരു പ്രദേശത്ത് കൂടുതൽ ദുരിതങ്ങൾ പെയ്തിറങ്ങുകയാണ്. ഇന്ന് ഒരു ചോദ്യമേ നമുക്ക് ചോദിക്കാനുള്ളൂ: ആരാണ് ഈ യുദ്ധത്തിന് അനുമതി നൽകിയത്? ഏത് അന്താരാഷ്ട്ര നിയമത്തിന് കീഴിലാണ് ഇത് നടക്കുന്നത്? ആരുടെ താൽപ്പര്യത്തിന് വഴങ്ങിയാണ് ഈ ഒരു സാഹസത്തിന് പുറപ്പെട്ടിരിക്കുന്നത്? സംഭവിക്കുന്നത് എന്തെന്ന് മനസ്സിലാക്കാൻ ഈ യുദ്ധക്കൊതിയന്മാരുടെ പ്രോപ്പഗാൻഡ തന്ത്രങ്ങൾ മറവികളിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുന്ന ചരിത്രത്തെ നമ്മൾ ഓർമ്മിച്ചെടുക്കേണ്ടതുണ്ട്. 1953 ഇപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ചും മനുഷ്യാവകാശത്തെക്കുറിച്ചും വിലപിക്കുന്ന ഇതേ അമേരിക്കയുടെ CIA നടത്തിയ ഒരു അട്ടിമറിയുടെ കഥ. അങ്ങനെയാണ് ഇറാനിലെ ജനാധിപത്യം ഇല്ലാതാവുന്നത്. നമുക്ക് 1953 ഓഗസ്റ്റ് മാസത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നടക്കേണ്ടതുണ്ട്. അന്ന് ഇറാനിൽ ജനാധിപത്യമുണ്ടായിരുന്നു. ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, മുഹമ്മദ് മൊസാദെ. അദ്ദേഹം ചെയ്ത കുറ്റം രാജ്യത്തെ ഏറ്റവും വലിയ സമ്പത്തും വിഭവവുമായ എണ്ണ ദേശസാൽക്കരിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. ബ്രിട്ടൻ പ്രതികരിച്ചു, ഒപ്പം അമേരിക്കയും. പിന്നീട് ഡീക്ലാസിഫൈ ചെയ്യപ്പെട്ട CIA രേഖകൾ വ്യക്തമാക്കുന്നത് അമേരിക്കയും ബ്രിട്ടനും അവിടെ നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഈ ജനാധിപത്യ ഭരണകൂടത്തെ അട്ടിമറിച്ചത് എന്നാണ്. കൈക്കൂലികളിലൂടെ, അഴിമതിയിലൂടെ, തെരുവിലെ വലിയ അക്രമങ്ങളിലൂടെ, അതിഭീകരമായ പ്രോപ്പഗാൻഡയിലൂടെ അവിടെ ജനാധിപത്യം അവസാനിച്ചു, അമേരിക്കയുടെ ഒത്താശയോടുകൂടി. നയം വ്യക്തമാണ്. സാമ്രാജ്യത്വ താൽപ്പര്യങ്ങളോട് സന്ധി ചെയ്യുന്ന പരമാധികാര രാഷ്ട്രങ്ങളെ മാത്രമേ പശ്ചിമേഷ്യയിൽ നിലനിൽക്കാൻ ഇവർ അനുവദിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഇവർ പഴയ രാജാധികാരം പുനഃസ്ഥാപിക്കുകയോ അല്ലെങ്കിൽ ഏകാധിപതികളെ തിരിച്ചു വിളിക്കുകയോ ജനാധിപത്യത്തെ അട്ടിമറിക്കുകയോ, സിറിയയിൽ സംഭവിച്ചതുപോലെ വലിയ ഭീകര പ്രസ്ഥാനങ്ങളുടെ നേതാക്കളായിരുന്ന ഇവർ തലയ്ക്ക് വിലയിട്ടിരുന്ന ഭീകരന്മാരെ പോലും ജനാധിപത്യവാദികളുടെ വേഷം കെട്ടി അധികാര കസേരയിലിരുത്തുവാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല. എന്തായാലും 1973 ഇറാനിയൻ ഇസ്ലാമിക വിപ്ലവം ഷാ ഭരണം അവസാനിപ്പിച്ചു. ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ സ്ഥാപനത്തിന് വഴിവെച്ചു. പിന്നെയാണ് ഇറാൻ ഇറാഖ് യുദ്ധം വരുന്നത് 1980-കളിൽ. അന്ന് രാസായുധങ്ങൾ വരെ പ്രയോഗിച്ച സദ്ദാം ഹുസൈൻ അമേരിക്കയ്ക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. പിന്നെ 2003 കഥ നേരെ തിരിഞ്ഞു. അമേരിക്ക ഇറാഖ് അധിനിവേശം നടത്തി. ഇറാഖിൻ്റെ കൈകളിൽ അതിമാരക ആയുധങ്ങൾ, വെപ്പൻസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടെന്നായിരുന്നു പ്രചാരണം. സദ്ദാം ലോക സമാധാനത്തിന് ഇമ്മിനൻ്റായിട്ടുള്ള ഒരു ഭീഷണിയാണെന്ന് പറഞ്ഞു. അതെല്ലാം നുണയായിരുന്നുവെന്ന് പിന്നീട് വ്യക്തമായി. എന്തായാലും ആയിരക്കണക്കിന് മനുഷ്യരാണ് അവിടെ മരിച്ചു വീണത്. ആ പ്രദേശമാകെ അസ്ഥിരമായി. എന്നിട്ടും അതിന് കാരണമായവർക്ക് ഒരു ഉത്തരവാദിത്വവും യാതൊരു തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റിയും ഉണ്ടായിരുന്നില്ല. ആ വഞ്ചനയുടെ വ്യവസ്ഥ അവസാനിച്ചിട്ടില്ല. അത് പരിണാമദശകളിലൂടെ സഞ്ചരിച്ച്
വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇറാനെതിരായ ആക്രമണത്തെ ഇസ്രായേൽ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര നിയമത്തിന് കീഴിൽ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിലെ അനുച്ഛേദം 2.4 മറ്റേതൊരു രാജ്യത്തിനെതിരായ ആയുമുള്ള സായുധ ആക്രമണങ്ങളെ നിരോധിക്കുന്നതാണ്. അനുച്ഛേദം 51 അനുവദിക്കുന്നത് സ്വയം പ്രതിരോധം മാത്രമാണ്. ആക്രമിക്കപ്പെട്ടാൽ തിരികെ ആയുധമെടുക്കാം. ആൻറ്റിസിപ്പേറ്ററി സെൽഫ് ഡിഫെൻസ് ആവാം. എപ്പോഴാണ്? ഉടൻ സംഭവിക്കാൻ പോകുന്ന ഭീകരമായ ഒരു ഭീഷണി ഉണ്ടായിരിക്കണം. മറ്റൊരു മാർഗവും ചർച്ചയ്ക്കുള്ള ഒരു നിമിഷം പോലും ഇല്ല എന്നുള്ള സാഹചര്യമായിരിക്കണം. അത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്നതിൻ്റെ എന്തെങ്കിലും ഒരു തെളിവ് നമുക്ക് മുന്നിലുണ്ടോ? ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട മാധ്യമം, ഏതെങ്കിലും ഒരു ഉറവിടം, ഒരു രാജ്യം അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടന ഇത്തരത്തിലുള്ള എന്തെങ്കിലും തെളിവ് മുന്നോട്ട് വച്ചിട്ടുണ്ടോ? ഉടനുണ്ടാവാൻ പോകുന്ന ഭീമമായ അപകടം മുന്നിൽ കണ്ടുള്ള പ്രതിരോധപരമായ ആക്രമണവും ശത്രുരാജ്യത്തെ ശക്തി പ്രാപിക്കാൻ അനുവദിക്കാതെ അടിക്കുന്നതിനുള്ള ആക്രമണവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത്തരത്തിലുള്ള പ്രിവെൻറ്റീവ് വാർ, മുൻകൂർ യുദ്ധങ്ങൾ ഐക്യരാഷ്ട്രസഭാ തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. ഇതിനു മുമ്പും നമ്മളിത് കണ്ടിട്ടുമുണ്ട്. 2003 ഇറാഖിൽ, പിന്നെ ലിബിയയിൽ, അങ്ങനെ നിരവധി ഇടങ്ങളിൽ യുദ്ധം ഒരു അന്താരാഷ്ട്ര നയമായി ഇവിടെ മാറിത്തുടങ്ങിയിട്ട് കുറേ കാലമായി. അമേരിക്കയുടെ വെസ്റ്റ് ഏഷ്യൻ ഫോറിൻ പോളിസിയിൽ ഇസ്രായേൽ ലോബി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഉദാഹരണത്തിന് നമ്മൾ മേഷേമരുടെ പുസ്തകം, ഇസ്രായേൽ ലോബി എന്ന് പറഞ്ഞ പുസ്തകം, അതിൽ ഇറാഖ് വാറിനെ പറ്റി ഒരു ചാപ്റ്റർ ഉണ്ട് ആ പുസ്തകത്തിൽ. ആ പുസ്തകം ദ ഇസ്രായേൽ ലോബി എന്നാണ് പുസ്തകത്തിന്റെ പേര്. അത് മേഷേമറും സ്റ്റീഫൻ വോൾട്ടും കൂടി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. 2005 അതിൽ 2003 ഇറാഖ് വാർ. ഇറാഖ് വാർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ബേസിക്കലി എങ്ങനെയാണ് അമേരിക്കയിലെ ഇസ്രായേൽ ലോബി പുഷ്ഡ് ദ ബുഷ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ടു ഇൻവേഡിങ് ഇറാഖ് എന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ അമേരിക്കയുടെ വെസ്റ്റ് ഏഷ്യൻ പോളിസിയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകം. അമേരിക്ക തങ്ങളുടെ നാവികസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗങ്ങളെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കരുതിക്കൂട്ടിയുള്ള യുദ്ധം ലക്ഷ്യം വെച്ചുള്ള തന്ത്രപരമായ നീക്കമായിരുന്നു അത്. ഒരു കൂട്ടർ പ്രകോപിപ്പിക്കുകയും ആക്രമിക്കുകയും ചെയ്യുമ്പോൾ നമുക്കതിനെ പ്രതിരോധമെന്ന് വിളിക്കാനാവില്ല. മറ്റൊരു വിഷയം കൂടിയുണ്ട്. അമേരിക്കൻ കോൺഗ്രസ് ഈ യുദ്ധം അംഗീകരിച്ചിരുന്നോ എന്നതാണ്. അമേരിക്കൻ ജനതയുടെ അഭിപ്രായം തേടിയിരുന്നോ? അടുത്തിടെ നടന്ന എല്ലാ അഭിപ്രായ സർവേകളിലും അമേരിക്കൻ പൊതുസമൂഹം വലിയ തോതിൽ യുദ്ധത്തിനെതിരായിരുന്നു. വെറും 1/5 പേർ മാത്രമാണ് ഇറാനുമായുള്ള യുദ്ധത്തെ അംഗീകരിച്ചിരുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ യുദ്ധങ്ങൾക്ക് ജനങ്ങളുടെ സമ്മതം അനിവാര്യമാണ്. അല്ലാതെ എക്സിക്യൂട്ടീവ് എല്ലാം തീരുമാനിക്കുമെന്ന് വന്നാൽ ഇന്ന് ഈ ജനാധിപത്യ സംവിധാനങ്ങൾക്കും ജനാഭിലാഷത്തിനും എന്ത് പ്രസക്തിയാണുള്ളത്? യുദ്ധത്തെക്കുറിച്ച് ചർച്ചകൾ പോലും ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ഇപ്പോൾ യുദ്ധം തുടങ്ങുകയാണ്. പ്രതിരോധമെന്നത് ഒരു കെണിയായി മാറുകയുമാണ്. തീർച്ചയായും ഇറാൻ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നേരം പരിപൂർണ യുദ്ധത്തിനുള്ള പൊതുജനസമ്മതിയും സമ്മർദ്ദവും രൂപം കൊണ്ടുകൊള്ളുമെന്ന കണക്കൂട്ടലാവാം ഭരണകൂടത്തെ നയിക്കുന്നത്. ഗസയെക്കുറിച്ച് പറയാതെ ഒരു വിശകലനവും പൂർണ്ണമാവില്ല. അവിടെ 10,000-കണക്കിന് മനുഷ്യർ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും വിവിധ അന്താരാഷ്ട്ര ഏജൻസികളും സംഘടനകളും അതെല്ലാം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സിവിലിയൻ കേന്ദ്രങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കി ഇസ്രായേൽ. മനുഷ്യാവകാശ സംഘടനകൾക്ക്, ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികൾക്ക് പോലും അവിടെ പ്രവർത്തിക്കാൻ പറ്റുന്ന സാഹചര്യം നിലവിലില്ല. ചിന്തകർക്കും അന്താരാഷ്ട്ര ഏജൻസികൾക്കുമിടയിൽ ഇസ്രായേൽ നിരവധി അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ബോധ്യമുണ്ടായിട്ടുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയിൽ സമാധാനത്തിന് തീപിടിച്ചിട്ട് കുറേ നാളുകളായി. ഇപ്പോൾ ഗസയും കടന്ന് ഇറാനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നിയമം സെലക്റ്റീവായി മാത്രമാണ് പ്രയോഗിക്കപ്പെടുന്നത്. ഇന്ത്യക്ക് എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഇറാനെന്ന് നമുക്ക് നോക്കാം. അതിൽ യാതൊരു സംശയമില്ല. കാരണം അപ്പോൾ നമ്മൾ ഇസ്രായേൽ ഇറാൻ ആക്രമിച്ച സമയത്ത് നിങ്ങൾ പോയിട്ട് ബ്രിക്സിന്റെയും SCOന്റെയും സ്റ്റേറ്റ്മെന്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഹാസ് കണ്ടംഡ് ഇസ്രായേൽസ് അറ്റാക്ക് ഓൺ ഇറാൻ. ജൂൺ വാറിനെ പറ്റിയിട്ട് ഇറാൻ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺട്രി ഫോർ ഇന്ത്യ. കാരണം എന്താണ്, ഓയിൽ ഓക്കെ, ഇന്ത്യ ഇറാനിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് നമ്മൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്. അത് മൻമോഹൻ സിംഗിന്റെ സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇറാനിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് കാര്യമായിട്ട്, കാരണം അമേരിക്കയുടെ പ്രഷർ കാരണം അല്ലേ. ജസ്റ്റ് മാപ്പ് നോക്കുക. മാപ്പ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അറേബ്യൻ സീയിൽ നിന്ന്
ഇന്ത്യ അറേബ്യൻ സീയിൽ നിന്ന് നമുക്ക് നേരിട്ട് കടൽ മാർഗം ഇറാന്റെ ബന്ദർബാസ് പോർട്ടായിട്ടും ചബഹർ പോർട്ടായിട്ടും കണക്ഷൻ ഉണ്ട്. ചബഹർ നമ്മൾ ഇന്ത്യ ബിൽഡ് ചെയ്യുന്ന പോർട്ടാണ്. ഇന്ത്യ ഹാസ് മെയ്ഡ് ഇൻവെസ്റ്റ്മെന്റ് മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇൻ ചബഹർ. ഈ ചബഹർ പോർട്ടിൽ നമുക്ക് നേരിട്ട് കണക്ഷനാണ്. ഇറാനിൽ നിന്ന് കരമാർഗം നമുക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് കണക്ഷൻ ഉണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അല്ലെങ്കിൽ ഇറാനിൽ നിന്ന് നേരിട്ട്, അല്ലെങ്കിൽ ഇറാനിൽ നിന്ന് അസർബൈജാൻ വഴി, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തുർക്ക്മെനിസ്ഥാൻ വഴി സെൻട്രൽ ഏഷ്യയിലേക്ക് നമുക്ക് കണക്ഷൻ ഉണ്ട്. സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ഒന്നുകിൽ അസർബൈജാനിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യു വിൽ ഗെറ്റ് ഡയറക്റ്റ് ആക്സസ് ടു റഷ്യ. റഷ്യയിൽ നിന്ന് യു വിൽ ഗെറ്റ് ഡയറക്റ്റ് ആക്സസ് ടു നോർത്തേൺ യൂറോപ്പ്. അല്ലേ? നമ്മൾ ഈ പറയുന്ന നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ ഉണ്ട്. ബേസിക്കലി ഇന്ത്യയുടെ വെസ്റ്റേൺ കോസ്റ്റിന്, ഇപ്പോൾ മുംബൈ ഫോർ എക്സാമ്പിൾ, ഇന്ത്യയുടെ വെസ്റ്റേൺ കോസ്റ്റിന് ഇറാന്റെ ബന്ദർബാസ് പോർട്ട് വഴി, അസർബൈജാൻ വഴി, റഷ്യ വഴി നോർത്തേൺ യൂറോപ്പുമായിട്ട് കണക്ട് ചെയ്യുന്ന നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ ഉണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഓയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു രാജ്യത്തിൽ നിന്ന് ഓയിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത രാജ്യത്തിൽ നിന്ന് ഓയിൽ മേടിക്കാം. നിങ്ങൾക്ക് റഷ്യയിൽ നിന്ന് മേടിക്കാം, നിങ്ങൾക്ക് ഇറാഖിൽ നിന്ന് മേടിക്കാം, സൗദി അറേബ്യയിൽ നിന്ന് മേടിക്കാം. പക്ഷെ ജിയോഗ്രഫി ഇസ് എ ഗിവൺ. I mean, you can't, geography is a given. You can't wish for a different geography, right? You have to work with the geography you have. And ആ ജിയോഗ്രഫി നിങ്ങൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ ഈസ് യുവർ ഗേറ്റ് വേ ടു സെൻട്രൽ ഏഷ്യ, അല്ലെങ്കിൽ യുറേഷ്യൻ ലാൻഡ് മാസ് നോക്കുക. ഇപ്പൊ നിങ്ങൾ യുറേഷ്യൻ ലാൻഡ് മാസ് നോക്കി കഴിഞ്ഞാൽ ഏതൊക്കെയാണ് യുറേഷ്യയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ? പാകിസ്ഥാൻ ഈസ് യുവർ എനിമി, ചൈന ഈസ് യുവർ കോമ്പറ്റിറ്റർ, അല്ലെ? സെൻട്രൽ ഏഷ്യ, യു ആർ നോട്ട് എ മേജർ പ്ലെയർ ഇൻ സെൻട്രൽ ഏഷ്യ. പിന്നെ നിങ്ങൾക്കുള്ളത് ആരാണ്? റഷ്യ ആൻഡ് ഇറാൻ ആണ്. And both countries are very close to you, very close strategic partners. ഇറാൻ റവല്യൂഷന് ശേഷം, ഇപ്പോൾ എന്താണ് 1979 റവല്യൂഷന് ശേഷം ഇന്ത്യയുടെ കാശ്മീർ നയത്തിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള രാജ്യമാണ് ഇറാൻ. എനിക്ക് തോന്നുന്നു 1990s തോന്നുന്നു റാവു പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് OIC അവര് ഇന്ത്യക്കെതിരെ കാശ്മീരിനെ പറ്റിയിട്ട് ഒരു റെസൊല്യൂഷൻ, ഒരു സെൻഷർ റെസൊല്യൂഷൻ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇറാനാണ് അതിനെതിരെ വോട്ട് ചെയ്തത്. അന്ന് OIC ആ റെസൊല്യൂഷൻ പാസ്സാക്കിയിരുന്നെങ്കിൽ ദിസ് വുഡ് ഹാവ് ഗോൺ ടു ദ UN സെക്യൂരിറ്റി കൗൺസിൽ. അപ്പോൾ ഇന്ത്യക്ക് അനുകൂലമായിട്ട് നിലപാടെടുത്തിട്ടുള്ള ഒരു രാജ്യമാണ് കശ്മീരിന്റെ കാര്യത്തിൽ ഇറാൻ. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ പാകിസ്ഥാൻ എല്ലാ കാലത്തും ഇറാൻ വേറൊരു രീതിയിലൂടെയാണ് കാണുന്നത് ഇന്നും. കാരണം പാകിസ്ഥാൻ അമേരിക്കയുടെ വളരെ ശക്തമായിട്ടുള്ള ക്ലോസ് അലയാണ്. അതായത് ഇപ്പൊ അടുത്ത കാലത്ത് പാകിസ്ഥാന്റെ ജനറൽ ആസിം മുനീർ ട്രംപിനെ പോയി കാണുന്നു, വൈറ്റ് ഹൗസിൽ കാണുന്നു, ഒക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പൊ എനിക്ക് ബലമായ സംശയം എന്ന് പറയുന്നത് അതൊരു ട്രംപിന്റെ ഇറാൻ പ്ലേ ബുക്കിന്റെ ഭാഗമായിട്ടാണ് അത് നടക്കുന്നത് എന്നുള്ളതാണ്. കാരണം പാകിസ്ഥാൻ ഇറാനുമായിട്ട് ബോർഡർ ഉണ്ട്. നമ്മളിങ്ങനെ പല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ ഇസ് സ്ട്രാറ്റജിക്കലി ആൻഡ് ജിയോഗ്രാഫിക്കലി ഈസ് എ വെരി ഇമ്പോർട്ടന്റ് കൺട്രി ഫോർ ഇന്ത്യ. അതുകൊണ്ടാണ് ഇത് മാത്രമല്ല, ഇതൊരു ജിയോ പൊളിറ്റിക്കൽ കാര്യം മാത്രം. ഇനി അമേരിക്ക വന്ന് ഇറാനെ യുദ്ധം ആക്രമിച്ചു എന്ന് കരുതുക. ദിസ് ടൈം ഇറാൻ വിൽ റിട്ടാലിയേറ്റ്. ഇത്തവണ അമേരിക്ക ഇറാൻ ആക്രമിച്ചാൽ ഇറാൻ സ്ട്രോങ്ലി റിട്ടാലിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു അസസ്മെന്റ് ഇത്തവണ. അതിനാൽ അങ്ങനെ സ്ട്രോങ്ലി റിട്ടാലിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യും ഇറാൻ ഒരുപക്ഷെ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കും. ഇറാൻ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് ചിലപ്പോൾ ക്ലോസ് ചെയ്യും. ഇറാൻ അമേരിക്കയുടെ ബേസസിനെ ആക്രമിക്കും പേഴ്ഷ്യൻ ഗൾഫിൽ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസിലൂടെയുള്ള ഓയിൽ ഫ്ലോ കുറയുകയോ നിൽക്കുകയോ ചെയ്യും. ലോകത്തെ മൊത്തം ഓയിൽ ഫ്ലോയുടെ 30% സ്ട്രൈറ്റ് ഓഫ് ഹോർമുസിലൂടെയാണ് പോകുന്നത്. അത് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ oil prices are going to rocket. India imports 80% of its energy requirements India meets through imports. If the prices are going to rocket, then that's going to be a bloody blow to the Indian economy, isn't it? അത് മാത്രമല്ല, എത്ര ലക്ഷം ആളുകളാണ് ഇന്ത്യയുടെ അവിടെ താമസിക്കുന്നത് ഗൾഫിൽ, ജസ്റ്റ് അക്രോസ് ദ വാട്ടേഴ്സ്, ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്നത്. ഒരു ഓൾ ഔട്ട് യുദ്ധം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ എങ്ങനെയാണ് ഇന്ത്യ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്? 1,50,000 ആളുകളെ 1991 കുവൈത്തിൽ നിന്നും ഇറാഖിൽ നിന്നും കൊണ്ടുവന്ന് ഇവിടെ ഇപ്പോഴും ലെജൻഡാണ്. അല്ലെങ്കിൽ 60,000 ആളുകളെ യമനിൽ നിന്ന് കൊണ്ടുവന്നത് ഇവിടെ ഇപ്പോഴും ലെജൻഡാണ്. യു ആർ ടോക്കിംഗ് അബൌട്ട് 80 മില്യൺ പീപ്പിൾ, അല്ലെ? 80 ലക്ഷം ആളുകളെ പറ്റിയിട്ടാണ് പറയുന്നത് നമ്മൾ, പേഴ്സൺ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളെ. അപ്പോൾ ഒരു യുദ്ധം എന്ന് പറയുന്നത്, ഒരു ഓൾ ഔട്ട് യുദ്ധം ബിറ്റ്വീൻ ഇറാൻ ആൻഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇസ് നോട്ട് ഇൻ ഇന്ത്യസ് ഇൻട്രസ്റ്റ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളിൽ ഭൗമരാഷ്ട്രീയ ഭൂമികയിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ പശ്ചിമേഷ്യൻ പോളിസി 3 തൂണുകളിലായി ബാലൻസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നതാണ്. ഒന്ന്, പെട്രോളിയത്തിന് വേണ്ടി നമ്മൾ ആശ്രയിക്കുന്ന ഒരുപാട് ഇന്ത്യക്കാർക്ക് തൊഴിൽ നൽകുന്ന അറബ് ലോകം. 2, മധ്യേഷ്യയിലേക്കുള്ള നമ്മുടെ കവാടമെന്ന് പറയാവുന്ന ഇറാൻ. 3, പ്രതിരോധ സാങ്കേതിക രംഗത്ത് പങ്കാളികളായി വരുന്ന ഇസ്രായേൽ. ദശാബ്ദങ്ങളായി ആ ഒരു ഇക്വിലിബ്രിയം കാത്തുസൂക്ഷിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രായേലുമായുള്ള ബന്ധങ്ങൾ വളരുമ്പോഴും
അന്താരാഷ്ട്ര ഫോറങ്ങളിൽ എന്നും നമ്മൾ പലസ്തീനെ പിന്തുണച്ചിട്ടുണ്ട്. വൈകാരികവും ചരിത്രപരവും തന്ത്രപരവുമായ ഒരു നിലപാടായിരുന്നു അത്. ഗ്ലോബൽ സൗത്തിലെ ഇന്ത്യയുടെ ധാർമ്മിക ശക്തി ചരിത്രപരമായി നമ്മൾ സ്വീകരിച്ചു വരുന്ന കൊളോണിയൽ വിരുദ്ധ ചേരിചേരാ നിലപാടുകളായിരുന്നു. നമ്മൾ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്നൊക്കെ പറയുന്നതിൻ്റെ റൂട്ട് അതാണ്. അത് ദുർബലമായാൽ അത് കേവലം വിദേശ നയത്തിലുള്ള വ്യതിയാനം മാത്രമല്ല, നമ്മുടെ ഐഡൻറ്റിറ്റി തന്നെയാണ് നഷ്ടമാകുന്നത്. എന്തായാലും ഇറാൻ തിരിച്ചടി ആരംഭിച്ചു കഴിഞ്ഞു. പെട്രോളിയം വിപണിയിൽ വിലവർധനവ് ഉണ്ടാകാൻ പോവുകയാണ്. ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങൾ ഒരിക്കലും അവിടെ മാത്രമായി ഒതുങ്ങിയിട്ടില്ല. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ലോകമെങ്ങും ഉണ്ടായിട്ടുണ്ട്. ഇറാഖ് യുദ്ധം പെട്ടെന്ന് തീരുമെന്നാണ് നമ്മൾ കരുതിയത്. അഫ്ഗാനിസ്ഥാനിലും അങ്ങനെ തന്നെ. ലിബിയയിൽ ഹ്യൂമാനിറ്റേറിയൻ ഇടപെടലാണെന്നായിരുന്നു വയ്പ്. എന്നാൽ എല്ലാ യുദ്ധങ്ങളുടെയും ഫലം നേരെ വിപരീതമായിരുന്നു. വിഭാഗീയതയും വിഭജനങ്ങളും ഉണങ്ങാത്ത മുറിവുകളും അസ്ഥിരതയുമാണ് ലോകത്തിന് അത് സമ്മാനിച്ചത്. വരേണ്യ രാഷ്ട്രീയ കോർപ്പറേറ്റ് സാമ്രാജ്യത്വ താൽപ്പര്യങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾക്ക് വില നൽകേണ്ടി വരുന്നത് സാധാരണ മനുഷ്യരാണ്. വെറും സാധാരണക്കാർ, ദരിദ്രർ, തൊഴിലാളികൾ, സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, സാധാരണ പട്ടാളക്കാർ, അവരുടെ കുടുംബങ്ങൾ. വിലക്കയറ്റം, പലായനങ്ങൾ, ദുരിതം, വ്യഥകൾ, വിലാപങ്ങൾ. അതേസമയം മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്നറിയപ്പെടുന്ന യുദ്ധക്കച്ചവടക്കാർ തടിച്ചു കൊഴുക്കുകയും ചെയ്തു. യുദ്ധങ്ങൾ സമ്പത്ത് മുതലാളിമാർക്കും ദുഃഖദുരിതങ്ങൾ പാവപ്പെട്ട മനുഷ്യർക്കുമായി വിതരണം ചെയ്യുന്നു. ഉടനെ അപകടം ജനിപ്പിച്ചേക്കാവുന്ന ഭീമമായ ഭീഷണിയോ സാർവദേശീയ അംഗീകാരമോ ഇല്ലാതെ നടത്തുന്ന യുദ്ധങ്ങൾക്ക് അന്താരാഷ്ട്ര നിയമത്തിൻ്റെ കീഴിൽ പറയുന്ന പേര് എസ്കലേഷൻ എന്നാണ്. സംഘർഷങ്ങളെ രൂക്ഷമാക്കൽ UN ചാർട്ടർ എസ്കലേറ്ററി ഫോഴ്സ് ഉപയോഗിക്കുന്നത് നിരോധിക്കുന്നുണ്ട്. എസ്കലേഷൻ നോർമലൈസ് ചെയ്യപ്പെട്ടാൽ പിന്നെ യുദ്ധം മാത്രമാകും ഏക നയതന്ത്രമാർഗം. ഇവർ നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് യുദ്ധങ്ങൾ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുമെന്നാണ്. എന്നാൽ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ്. യുദ്ധങ്ങൾ വേദനകളും അരാജകത്വവും ക്രമലംഘനവുമാണ് സമ്മാനിക്കുന്നത്. നിയമവാഴ്ചയാണ് അരാജകത്തെ തടയുന്നതിന് ഉപയോഗപ്രദമാവുക, യുദ്ധമല്ല. ഇറാനിലെ ഭരണകൂടം നല്ലതാണോ എന്നതല്ല യഥാർത്ഥ ചോദ്യം. ഏകപക്ഷീയമായ ബലപ്രയോഗങ്ങൾ ലോകത്തെ കൂടുതൽ സുരക്ഷിതവും സുസ്ഥിരവും ആക്കുമോ എന്നതാണ്. പ്രിയംറ്റീവ് യുദ്ധങ്ങൾ അന്താരാഷ്ട്ര ക്രമത്തെ ദൃഢമാക്കുകയാണോ അതോ തകർക്കുകയാണോ ചെയ്യുന്നത് എന്നാണ്. നമ്മുടെ രാജ്യത്തെ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചോദ്യം വളരെ ലളിതമാണ്. രാജ്യങ്ങളുടെ പരമാധികാരത്തിന് വിലയുണ്ടെന്നാണോ അതോ സായുധ ശക്തിയാണ് ഒരു സംഗതിയുടെ നിയമപരതയെ നിർണ്ണയിക്കുന്നതെന്നാണോ നമ്മൾ കരുതുന്നത്? നിയമസാധുതയില്ലാത്ത യുദ്ധം, അന്താരാഷ്ട്ര തലത്തിൽ അഭിപ്രായ ഐക്യമില്ലാതെയുള്ള അധികാരപ്രയോഗം, നിയന്ത്രണാതീതമായ യുദ്ധവ്യാപനം ചരിത്രം നമ്മളെ നിരീക്ഷിക്കുകയാണ്. സുരക്ഷിതത്വവും ജനാധിപത്യവും മനുഷ്യാവകാശങ്ങളും സംബന്ധിച്ച വാചാടോപങ്ങൾ നമ്മൾ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട്. ബാഗ്ദാദ് കത്തിയെരിയുന്നതിന് മുൻപ് നമ്മളത് കേട്ടു. ഫലൂജ നിലം പരിശാകുന്നതിന് മുമ്പ് നമ്മളത് കേട്ടു. ലിബിയ ഛിന്ന ഭിന്നമാകുന്നതിന് മുൻപും ഇതേ അവകാശവാദങ്ങൾ നമ്മൾ കേട്ടതാണ്. അഫ്ഗാനിസ്ഥാനെ തച്ച് തകർത്ത് വീണ്ടും താലിബാന് മുന്നിൽ കൊണ്ടുവയ്ക്കുന്നതിന് മുൻപേ നമ്മൾ കേട്ടതും ഇതുതന്നെയാണ്. യുദ്ധം അനിവാര്യമാണെന്നാണ് അവർ നമ്മളോട് പറയുന്നത്. അതിനുവേണ്ടി തീരുമാനമെടുക്കുന്ന ഒരാളും അതിൻ്റെ ദുരിതങ്ങളെ ഓർക്കാറില്ല. അവർക്കതിൻ്റെ ആവശ്യവുമില്ല. അവർ അത് അനുഭവിക്കുന്നില്ല. ദീർഘമായ ചരിത്രവും ആഴമേറിയ മുറിവുകളുമുള്ള നിരവധി രാജ്യങ്ങൾക്കു മേലെ ഇന്ന് അഗ്നിഗോളങ്ങൾ പാറുകയാണ്. എന്നാൽ നാളെ പുലർന്നെഴുന്നേൽക്കുമ്പോൾ തകർന്ന ജാലകച്ചില്ലുകൾ കണി കണ്ടുണരുന്ന ബാല്യങ്ങൾക്ക് ഈ യുദ്ധത്തിൻ്റെ തന്ത്രപ്രാധാന്യമൊന്നും മനസ്സിലാവില്ല. അവർക്ക് മുന്നിൽ ഭയം എന്ന ഒറ്റ വികാരമേ കാണൂ. അവരുടെ ഉള്ളിൽ വേദനയുടെ അണയാത്ത തീയായിരിക്കും നിന്ന് കത്തുന്നത്. അവരുടെ മുന്നിൽ ആ തീയിൽ വെന്തു വെണ്ണീറാകുന്നത് ഭാവിയും ജീവിതവും ഈ ലോകവുമെല്ലാമാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ എഴുതി തയ്യാറാക്കിയത് ഏതെങ്കിലും സ്വപ്നാടകരല്ല. യുദ്ധങ്ങളെ അതിജീവിച്ച, ദുരിതം ഭക്ഷിച്ച് ജീവിച്ച മനുഷ്യരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്. തകർന്ന നാമാവശേഷമായ വ്യാവസായിക നഗരങ്ങളുടെ നിഴലുകളിലാണ് അവർ ഒത്തുചേർന്നിരുന്ന് ഇത് എഴുതി തയ്യാറാക്കിയത്. നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമായ നിമിഷമാണ്. പശ്ചിമേഷ്യയിൽ മിസൈലുകൾ പറക്കുമ്പോൾ ഓരോ ഇന്ത്യക്കാരൻ്റെയും ഹൃദയത്തിൽ അത് അനുഭവിക്കാൻ കഴിയും. നമ്മുടെ ഊർജ്ജ മേഖല, അവിടെ തൊഴിലെടുക്കുന്ന അസംഖ്യം പ്രിയപ്പെട്ടവർ,
നടക്കുന്നതെല്ലാം അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. എന്നാൽ ന്യായം എന്തെന്ന് തീരുമാനിക്കുന്നത് സായുധ ശക്തിയിൽ മുൻപന്തിയിലുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ നിയമങ്ങൾ അപ്രസക്തമാകും. അത്തരം അവസരങ്ങളിൽ ഏറ്റവും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുക നമ്മളെപ്പോലെ മിഡിൽ പവർ രാഷ്ട്രങ്ങൾക്കായിരിക്കും. സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൽ നിന്നും ഉയിർകൊണ്ട രാജ്യമാണ് നമ്മളുടേത്. നിഷ്പക്ഷതയും സ്വതന്ത്ര നിലപാടുകളുമായിരുന്നു നമ്മുടെ കരുത്ത്. സ്ട്രാറ്റജിക് ഓട്ടോണമി എന്നൊക്കെ നമ്മൾ പറയുന്ന സ്വതന്ത്ര നിലപാട്. നമ്മൾ വളരെ ജാഗ്രതയോടെ ഇരിക്കേണ്ട സമയമാണത്. ഇവിടെ നിന്നുള്ള പലായനങ്ങളെ താങ്ങാനുള്ള ശേഷി നമുക്കുണ്ടാവണമെന്നില്ല. കോടിക്കണക്കിന് ഇന്ത്യക്കാർ അവിടെയുണ്ട്. കോടിക്കണക്കിന് ഫോറിൻ റെമിറ്റൻസ് ഉണ്ട്, എണ്ണയുണ്ട്, സൗഹൃദങ്ങളുണ്ട്. ഇതിനൊക്കെ അപ്പുറം മാനവികതയുടെ ഇഴയെടുപ്പവും ചരിത്രത്തിൻ്റെ ബാന്ധവങ്ങളുമുണ്ട്. അനീതിക്കെതിരെ ശബ്ദമുയർത്തുവാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. ഈ അനീതിക്കെതിരെ നിലപാടെടുക്കുവാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്.